നിങ്ങൾ ഭ്രാന്തനാവരുത്, വട്ടനാകരുത്. നമ്മുടെ എല്ലാ അഡിക്ഷൻ കേസിനകത്തും ഒരു 80%ലും ഒരു ഇൻഡിവിജ്വൽ ഒരു റിക്വയർമെൻ്റ് അല്ല, മറിച്ച് പലപ്പോഴും അതൊരു ഫാമിലി റിക്വയർമെൻ്റ് ആണ്. ഞാനും എൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നത്തിനകത്ത് എൻ്റെ പാർട്ട്ണർ മാറിയാൽ ഞാൻ ശരിയാവും, എൻ്റെ പ്രശ്നം ശരിയാവും എന്നത് വിട്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പക്ഷെ സത്യത്തിൽ അയാൾ പറയുന്നത് എനിക്കിഷ്ടമല്ലെന്നാണ്. ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അഡിക്റ്റായി എന്ന് സ്വയം ജഡ്ജ് ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റൂല. നമ്മുടെ കുട്ടികൾ ചൈൽഡ് ലൈനിലേക്ക് വിളിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഫേക്ക് പോസ്റ്റുകളുടെയും ഫേക്ക് ന്യൂസിന്റെ ഒക്കെ കാലഘട്ടമാണ്. അപ്പൊ കുറച്ച് ഫേക്ക് ഐഡിയോളജീസ് അല്ലെങ്കിൽ കുറച്ച് ഐഡിയാസ് പറയാം. സൈക്കോളജിസ്റ്റിന് മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റും. മനസ്സ് വായിക്കാൻ കഴിയില്ല, കാരണം അങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് ആർക്കും ഇല്ല. ഓക്കെ, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്നത് വൺ ടൈം സൊല്യൂഷൻ കൊടുക്കുന്ന ഒരാളാണ്? തീർച്ചയായിട്ടുമല്ല. അങ്ങനെ ഒരു മാജിക്കൽ സ്കില്ല് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലും ഇല്ല. ഒരു വട്ടം വന്നാൽ തന്നെ പ്രശ്നം തീരും? ഒരിക്കലും തീരില്ല. ഒരു വട്ടം വന്നാൽ അയാളുടെ പ്രശ്നത്തിന്റെ ഒരു വശത്തെ മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കൂ. ഇപ്പോൾ സൈക്കാട്രിക് ഒരു ഡയഗ്നോസിസിലേക്ക് എത്തി, അത് ഡിപ്രഷൻ ആകാം, ആൻസൈറ്റി ആകാം, OCD ആകാം, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ ആകാം. ഇത് ലൈഫ് ലോങ് ഡയഗ്നോസിസ് ആണ്. അതൊരു ലൈഫ് ലോങ് ഡയഗ്നോസിസ് അല്ല. ഇപ്പം ഇതിൽ പല അസുഖങ്ങളും, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡിപ്രഷനുള്ള ആൾക്ക് പിന്നീട് അടുത്ത ഒരു എപ്പിസോഡിൽ വേണമെങ്കിൽ മാനിയ വരാം. അതേപോലെ ഒരു സ്കീസോഫ്രീനിയ ഉള്ളൊരു പേഷ്യനെ തന്നെ ആണെങ്കിൽ എടുത്താൽ സ്കീസോഫ്രീനിക് ഡിപ്രഷൻ വേണമെങ്കിൽ വരാം. അതല്ലെങ്കിൽ അതൊരു സ്കീസോ അഫക്റ്റീവായി മാറാം. അപ്പം ഇങ്ങനെ ഒരു വൺ ടൈം ഡയഗ്നോസിസ് അല്ല, അതൊരു മെൻ്റൽ ഹെൽത്ത് സ്റ്റേറ്റുകളാണ്. ഇപ്പോൾ ഒരിക്കലും നമ്മളതിനെക്കുറിച്ച് ഒരാളെ സ്കീസോഫ്രീനിക്കെന്നോ അല്ലെങ്കിൽ ആൽക്കഹോളിക്കെന്നോ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് പേഴ്സൺ എന്നൊക്കെ വിളിക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ആൻ ഇൻഡിവിജ്വൽ വിത്ത് ഡിപ്രസ്ഡ് സ്റ്റേറ്റ്, ആൻ ഇൻഡിവിജ്വൽ വിത്ത് സ്കീസോഫ്രീനിയ എന്ന് വിളിക്കുന്നതാണ്. അപ്പം അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ അയാൾ ഒരു ലൈഫിലെ ആ ജേർണിയിൽ പല അപ്സ് ആൻഡ് ഡൗൺസ് അയാൾക്ക് വരാം, ചില സ്റ്റേറ്റുകൾ അയാൾക്ക് വരാം. ദിസ് ഓൾ ആർ മെൻ്റൽ ഹെൽത്ത് സ്റ്റേറ്റ്സ്. അതുകൊണ്ടൊരു പെർമനൻ്റ് ആയിട്ട് ഒരാളെ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾക്ക് സൈക്കോളജിസ്റ്റ് ആകും, വേറെ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇപ്പം തീർച്ചയായിട്ടും ഒരു വളരെ പ്രിസിഷനും വളരെ ട്രെയിനിങ്ങും ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ് എല്ലാ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലും. ഒരു സൈക്കോളജിസ്റ്റിന് ഒരു പ്രശ്നം വന്നാൽ അവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരില്ല, അവർ ഹെൽത്തി ആയിരിക്കും മെൻ്റലി. അത് തീർച്ചയായിട്ടും ഒരു തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. സൈക്കോളജിസ്റ്റ് ബേസിക്കലി ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ സാധാരണക്കാരെ കഴിഞ്ഞ് കൂടുതൽ വരുന്നത് ഒരു സൈക്കോളജിസ്റ്റിനാണ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ചില ഇഷ്യൂസ്, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ സ്ട്രെസ്ഡ് ആക്കും. ആ സ്ട്രെസ്ഡ് ആക്കുന്ന നമ്മൾ ആ OP പോയി പേഷ്യൻ്റെ മുമ്പിൽ വളരെ അചഞ്ചലനായി വളരെ സുസ്മേരവദനായി ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ചില സമയത്ത് ചില കണ്ടീഷൻസിനകത്ത് നമുക്കറിയാം ചില പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല. ചിലരുടെ അവസ്ഥയോട് നമുക്ക് വല്ലാത്തൊരു ഒരു തരം എമ്പതി നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ നമ്മളെ ഇപ്പോൾ പറഞ്ഞാൽ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ, അപ്പം അയാളുടെ വൈഫ്, അപ്പം ഇയാൾ മൾട്ടിപ്പിൾ ആയിട്ട് റിലാപ്സ് ആവുന്നു. അപ്പോൾ അവര് എന്നാ പറയുന്നത്, കെട്ടുതാലി പണയം വെച്ചും ആടിനെ വിറ്റിട്ടും ഒക്കെയാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പം നമുക്കറിയാം ഇയാൾ 1-2 തവണ കൊണ്ടല്ല, ചില മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് കൊണ്ടാണ് അയാൾ ഒരു സോബർ ലൈഫിലേക്ക് വരിക. പക്ഷേ അവരെ മൾട്ടിപ്പിൾ ടൈം കൊണ്ടുപോകാനുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു സെക്യൂരിറ്റി അവർക്കില്ല. അതേപോലെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ആന്റി സോഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, അത് അവരുടെ കൂടെയുള്ള ആൾക്കാരെ വല്ലാതെ മാനസികമായിട്ട് അവർ ബുദ്ധിമുട്ടിക്കും. അതൊക്കെ നമ്മളെ പലതരത്തിൽപ്പെട്ട സംഘർഷങ്ങൾ നമ്മളെ ഏർപ്പെടുത്താറുണ്ട്. അതേപോലെ തന്നെ ഈ മെൻ്റൽ ഹെൽത്ത് ഡീല് ചെയ്യുന്ന പ്രൊഫഷണൽസിൻ്റെ ഇടയ്ക്കും വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. അതൊക്കെയും ഒരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മെൻ്റൽ ഹെൽത്ത് ഫീൽഡ് റൺ ചെയ്യുന്ന ഒരു സംരംഭം എന്ന നിലയിൽ വല്ലാതെ പലപ്പോഴും മാനസിക ആരോഗ്യ ചലഞ്ചുകൾ എനിക്കൊക്കെ വരാറുണ്ട്. അതിനാരും അപവാദമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ ഒക്കെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അത് ചെയ്യുന്നത് ഗുണകരമല്ലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്ക് പക്ഷേ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നിലയിൽ എനിക്ക്
കുറെ കൂടെ നന്നായിട്ട് അവരെ ഒരു റൈറ്റ് പേഴ്സന്റെ അടുത്തേക്ക് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ അതിനകത്ത് എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നതിനകത്ത് എൻ്റെ എലമെന്റും വരാമായതുകൊണ്ടും ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ഒരു എക്സ്ട്രേനിയസ് വേരിയബിൾ ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സന്റെ അടുത്ത് പോകുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബയാസ് ഉണ്ടാവാനുള്ള മുൻവിധികളുണ്ടാവും. ഇപ്പോ നമ്മുടെ ക്ലയൻസിന്റെ ഒരു ക്യൂരിയോസിറ്റിയാണ്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതായത് ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് അവർക്ക് അറിയേണ്ടത്. ശരിക്കും എന്താണ് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു സോക്കോൾഡ് നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അയാൾക്ക് കുറച്ച് എബിലിറ്റീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു റിയാലിറ്റി പെർസെപ്ഷൻ ഉണ്ടാവും, ഒരു സെൽഫ് നോളജ് ഉണ്ടാവും, ഒരു വോളണ്ടറി കൺട്രോൾ ഓവർ ഇമോഷൻസും ബിഹേവിയർ ഒക്കെ ഉണ്ടാവും, ഒരു റിലേഷൻ ഫോം ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ദാറ്റ് പേഴ്സൺ വിൽ ബി പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇതൊക്കെ ഒരു ഡൈമെൻഷനാണ് ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ. പക്ഷെ ഇതിനകത്തുനിന്ന് ഇങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിമാൻഡ് വരുന്നു, ഒരു സ്ട്രെസ് വരുന്നു. അപ്പൊ സ്ട്രെസ് വരുമ്പോൾ അയാൾക്ക് ഫോക്കസ് പോകുന്നു, കോൺസെൻട്രേഷൻ പോകുന്നു, അയാൾ അതിനകത്ത് പ്രീഒക്യുപ്പൈഡ് ആകുന്നു, അത് അയാളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റിനെ വിളിക്കുന്നതാണ് എ നോർമൽ പേഴ്സൺ വിത്ത് സൈക്കോളജിക്കൽ സ്ട്രെസ്. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടതാണ് കൗൺസിലിങ്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ഒരാളെ ഗൈഡൻസ് ആവശ്യമാണ് എപ്പോഴും. ഇവരുടെ ലൈഫിൽ ഗൈഡൻസ്, ഫോർ എക്സാമ്പിൾ കരിയർ ഗൈഡൻസ്, അത് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇനി നോർമൽ പേഴ്സൺ വിത്ത് സ്ട്രെസ് വരുമ്പോൾ അവർക്ക് വേണ്ടതാണ് കൗൺസിലിങ്. അപ്പൊ കൗൺസിലിങ് നമുക്കറിയാം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലൊക്കെ സോഷ്യൽ വർക്കോ സൈക്കോളജി പഠിച്ച ആളുകളൊക്കെയാണ് ഒരു കൗൺസിലിംഗ് കൊടുക്കാനായിട്ട്. അതിനകത്ത് അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്, ഒരു സൂപ്പർവിഷൻ ആവശ്യമാണ്. അതായത് ഈ ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും സൂപ്പർവിഷൻ ആവശ്യമാണ്. ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം ഒരു MSW ആയിക്കോട്ടെ, സൈക്കോളജി PG ആയിക്കോട്ടെ കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാർ അക്കാഡമിക്കലി സൗണ്ട് ആയിരിക്കും, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഈ കണ്ടീഷനകത്ത് കോംപ്ലക്സിറ്റീസ് ഉള്ളതുകൊണ്ട് അവർക്കൊരു സൂപ്പർവൈസറെ, ഒരു കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ആ കൗൺസിലിംഗ് ശരിക്കും ചെയ്യേണ്ടത്. ഇനി നമുക്കറിയാം പലപ്പോഴും ഈ സ്ട്രെസ് പ്രൊലോങ് ചെയ്യുമ്പോൾ, ഒരു നോർമൽ സ്ട്രെസ് പ്രൊലോങ് ചെയ്യും തോറും അത് ചെറിയ ചില ന്യൂറോട്ടിക് ട്രൈറ്റുകൾ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റേജിൽ ഒരു പെർഫോം ചെയ്തപ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്നൊരു നെഗറ്റീവ് കമന്റ് ഉണ്ടായി, അതേ തുടർന്ന് ആ പേഴ്സൺ ഭയങ്കര നെർവസ് ആവുക, സൊസൈറ്റിയോട് ഭയങ്കര ഒരു പ്രൊലോങ്ഡ് സ്ട്രെസ് ഉണ്ടാവുക, ഒരു സോഷ്യൽ ഫിയർ ഉണ്ടാവുക, അത് പതുക്കെ ഡെവലപ്പ് ചെയ്തൊരു സോഷ്യൽ ഫോബിയ ഉണ്ടാക്കാം. ഓക്കെ, ഒരു നോർമൽ സ്ട്രെസ് പ്രൊലോങ് ചെയ്ത് ഒരു ന്യൂറോട്ടിക് സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി ഓർ ഷീ റിക്വയർ സൈക്കോതെറാപ്പി. ഓക്കെ, ഒരു സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബേസിക്കലി ചെയ്യുന്നത് ഈ സൈക്കോതെറാപ്പിയാണ്. ഇനി പലപ്പോഴും നമുക്കറിയാം ഈ സൈക്കോതെറാപ്പി കൈൻഡ് ഓഫ് ട്രെയിനിങ് ആണ്, എഡ്യൂക്കേഷനാണ്, ഒരു റീവർക്കിംഗ് ആണ്. പക്ഷെ അത് ചെയ്യാനായിട്ട് അയാൾക്ക് ഒരു നോർമൽ ഫങ്ഷനിങ് ആവശ്യമാണ്. അതായത് അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു ലെവൽ വേണം. അതേപോലെ അയാളുടെ ബയോളജിക്കൽ ഫങ്ഷൻസ് നോർമലായിരിക്കണം. പക്ഷേ ഏതെങ്കിലും കാരണത്താൽ അയാൾക്ക് സ്ലീപ്പ് ഡിപ്രൈവേഷനോ മറ്റ് അതർ ബയോളജിക്കൽ ഫങ്ഷൻസിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ട്രെസ് ബയോളജിക്കലായിട്ടുള്ള അയാളുടെ സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്തു എന്നാണ് അതിനർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് മെഡിക്കേഷൻ, മരുന്ന് ആവശ്യമാണ്. അതൊരു സൈക്യാട്രിസ്റ്റാണ് കൊടുക്കുന്നത്. നമ്മൾ സൈക്കോളജിസ്റ്റ് ബേസിക്കലി വൈ ആസ്പെക്ട് ഓഫ് ഒരു ബിഹേവിയറാണ് ഡീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരു ബിഹേവിയർ ഇങ്ങനെ? അപ്പം നമുക്കറിയാം പല തിയറികളുണ്ട് ഒരാളുടെ ബിഹേവിയർ ഇങ്ങനെ ആവാനായിട്ട്. ഇപ്പം ഒരു ഫ്രോയിഡിയൻ കൺസെപ്റ്റ് വെച്ച് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റുകൾ, ഇഷ്യൂസൊക്കെയാണ് ചിലപ്പം അത് നമ്മുടെ ലേറ്റർ ഫേസിൽ നമുക്ക് ചില ഫോർ എക്സാമ്പിൾ ഫിക്സേഷൻസ് പോലെയുള്ളതോ, അല്ലെങ്കിൽ നമുക്കൊരു ചൈൽഡ് അബ്യൂസ് ഉണ്ടായി. അപ്പൊ ചൈൽഡ് അബ്യൂസ് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂ ലേറ്റർ ലൈഫിൽ അവരുടെ പേഴ്സണാലിറ്റി ഫോർമേഷൻ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി പോലെയുള്ളതിനകത്തൊക്കെ ചിലപ്പോൾ അതൊരു നെഗറ്റീവ് സെൽഫ് വ്യൂ ഉണ്ടാക്കാൻ കാരണമാവും. അപ്പം നമ്മൾ ഒരു സൈക്കോ ഡൈനമിക്കലി ആണെങ്കിൽ അയാൾക്ക് ഒരു ഇൻസൈറ്റ് ബിൽഡ് ചെയ്യാൻ രീതിയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈഗോ ഓറിയന്റഡ് ആയിപ്പോയത്, അപ്പം അത്തരത്തിലുള്ള ഇൻസൈറ്റ് ബിൽഡിംഗ് ആയിരിക്കും ഒരു സൈക്കോ തെറപ്പി, സൈക്കോ അനലിറ്റിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾ ചെയ്യാം. എന്നാൽ
ഒരു ബിഹേവിയറൽ തിയറി ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചില കണ്ടീഷനിങ്, ഇപ്പം ചില എൻവയറമെന്റലിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ പേടിച്ചു പോകുന്നു. ഓക്കെ, അതൊരു ഫോൾട്ടി ലേണിംഗ് ആണ്. അപ്പൊ ആ ലേണിങ്ങിനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹം ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ചില മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പം പേടിയാണ്, ഉയരത്തെ പേടിയാണ്. അപ്പം അത് സാധാരണയെ കവിഞ്ഞ് ഇപ്പം ഒരു ഉയരത്തെ പേടിക്കുന്ന എല്ലാവർക്കും ഉയരത്തെ പേടിയുണ്ട്. പക്ഷെ അത് ഇറാഷണലി നമുക്ക് പേടിയാണെങ്കിൽ അയാളെ പതുക്കെ ആ ഉയരത്തെ എക്സ്പോസ് ചെയ്ത് അയാളെ റിലാക്സ് ചെയ്ത് ആ കണ്ടീഷനിങ്ങിനെ നമ്മൾ മാറ്റുന്നു. ഇനി നമുക്കറിയാം CBT പോലെയുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിക്കകത്ത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അയാളുടെ തോട്ട്സിനെയും കൂടെ, അതായത് എന്നെ നമുക്കറിയാം മിക്കവാറും കൗൺസിലിങ്ങിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗാണ് എന്നെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ പക്ഷെ സത്യത്തിൽ അയാൾ പറയുന്നത് എനിക്കിഷ്ടമല്ലെന്നാണ്. എൻ്റെ ബിഹേവിയറിനെ, എൻ്റെ പെരുമാറ്റത്തെ, എൻ്റെ നേച്ചറിനെ എനിക്കിഷ്ടമല്ല. എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അവരുടെ ആ ഫോൾട്ടി റോങ് തിങ്കിങ്, ആ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള എറേഴ്സിനെ കറക്റ്റ് ചെയ്യുകയാണ് നമ്മൾ CBTക്കകത്തൂടെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വേരിയസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം നമ്മൾ വേരിയസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ആ വൈ ആസ്പെക്ട് ഓഫ് ബിഹേവിയറിനെ നമ്മൾ അൺകവർ ചെയ്യുകയും അയാളുടെ വിഷനെ, അയാളുടെ ലൈഫിനോടുള്ള അപ്രോച്ചിനെ ഹെൽത്തി ആക്കി മാറ്റുകയും നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഒരു ലോങ് പ്രോസസ്സാണ്. പലപ്പോഴും നമ്മൾ ആദ്യത്തെ സെഷനകത്തൊക്കെ നമ്മളൊരു ഡീറ്റെയിൽഡ് കേസ് ഹിസ്റ്ററി എടുക്കുന്നു, അയാളുടെ ബാക്ക്ഗ്രൗണ്ടുകളെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം ബിഹേവിയറിനെ നമ്മൾ അസസ്മെന്റ് നടത്തുന്നു. എത്രത്തോളം അയാൾക്ക് സാഡ് മൂഡുണ്ട്, എത്രത്തോളം അയാൾ ആങ്ഷ്യസ് ആണ്. അപ്പൊ നമുക്കറിയാം ആ ആങ്ഷ്യസ് ആണെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളാണ് അയാൾ ആങ്ഷ്യസ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിനകത്താണ് അയാൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചില സ്റ്റാൻഡേർഡൈസ്ഡ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ അസസ് ചെയ്യുന്നു. അത് മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ എന്ന് ജഡ്ജ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു തെറപ്പി ആണ് നമ്മൾ. അപ്പം അതൊക്കെ ഒരു 3rd സെഷൻ മുതലൊക്കെയാണ്, അല്ലെങ്കിൽ 4th സെഷൻ മുതലാണ് നമ്മൾ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതൊരു 5, 6, 7 ആകുമ്പോഴത്തേനും അയാളുടെ പ്രോബ്ലത്തെ കുറിച്ചൊരു ഇൻസൈറ്റ് വരുന്നു. പിന്നെ അയാൾ ഇതേ സിറ്റുവേഷനെ കൂടുതൽ ക്ലിയറായി അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ അയാളെ പ്രാപ്തമാക്കുന്നു. ഇനി ഈ ഫാമിലി പ്രോബ്ലംസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഫാമിലി വരുന്നു, ആ ഫാമിലിയുടെ പ്രോബ്ലത്തെ നമ്മൾ കേൾക്കുന്നു, ആ ഫാമിലിയുടെ ഡൈനമിസത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു 2 പേര് ഒരു ഫാമിലി റോള് ഷെയർ ചെയ്യുമ്പം 2 പേര് 2 മൈൻഡ് സെറ്റുമായിട്ടാണ് വരുന്നത്. ദേ ഹാവ് ഗോട്ട് 2 ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്. അവർ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഫാമിലി ഡൈനമിസം അല്ല വേറൊരാൾ വരുന്ന ഫാമിലി സ്ട്രക്ചറും ഡൈനമിസവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വിശ്വസിക്കും ഞാൻ എന്താണ് ശീലിച്ചത് അതാണ് റൈറ്റ്. അതായത് 2 ഫാമിലി സ്ട്രക്ചറിൽ നിന്ന് വരുന്നവരെ അപ്പൊ അവരെ നമുക്ക് ആ സ്ട്രക്ചറിനെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അതായത് ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്കൊരു പുതിയൊരു സ്റ്റൈലാണ് നമുക്ക് ശരിക്കും വേണ്ടത്. നമ്മുടെ എക്സ്പെക്റ്റേഷനെ, ഇപ്പം ഞാനും എൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നത്തിനകത്ത് എൻ്റെ പാർട്ട്ണർ മാറിയാൽ ഞാൻ ശരിയാവും, എൻ്റെ പ്രശ്നം ശരിയാവും എന്നത് വിട്ട് എൻ്റെ പാർട്ട്ണറെ കംഫർട്ടബിൾ ആക്കാൻ ഞാൻ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, ഒരു ഉത്തരവാദിത്തം എടുക്കലാണ്. അപ്പം അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ തെറപ്പി എന്ന് പറയുന്നത്. സാറ് പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 4 സെഷൻ കഴിഞ്ഞിട്ടാണ് ശരിക്കും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ സൈക്കോളജിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ കോവിഡിന് ശേഷം മെന്റൽ ഹെൽത്ത് അവയർനെസ് നമ്മളത് നേരത്തെ ഒന്ന് പറഞ്ഞു പോയായിരുന്നു, കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കോവിഡിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓൺലൈൻ സെഷൻസിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സാറിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഏതാണ് സ്യൂട്ടബിൾ, അല്ലെങ്കിൽ എങ്ങനെ പോകുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക? നമുക്കറിയാം, ഇന്ന് ഈ മാറിയ കാലത്ത് ആളുകളൊക്കെയും വളരെ ഇപ്പം നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാരുടെ ഒരു ഇത് വെച്ച് പറഞ്ഞാൽ നമ്മുടെ അധികം ആൾക്കാരും ഇപ്പോൾ എബ്രോഡാണ്. അപ്പോൾ എബ്രോഡായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ കൾച്ചറിലുള്ള ഒരു തെറപ്പിസ്റ്റിനെ കാണുന്നത് കഴിഞ്ഞ് നല്ലത് നമ്മുടെ തന്നെ കൾച്ചറിലുള്ള ഓൺ മദർ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു തെറപ്പിസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു ഇത്രയും ടൈം ടേക്കിംഗ് ആയിട്ടുള്ളതിൽ വന്ന് സ്റ്റേ ചെയ്യാൻ അത് പോസിബിൾ ആവില്ല. അപ്പോൾ ഓൺലൈൻ മോഡ് എന്ന് പറയുന്നത് ഒരു ഇസ് പാർട്ട് ഓഫ് എ ചേഞ്ച് ആണ്. പക്ഷെ അവിടെ ഇപ്പം എന്നോട് ചോദിച്ചാൽ പേഴ്സണലി ഞാനൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഒരു 1-2 സെഷൻ അവരോട് ഡയറക്റ്റ് വരാൻ പറ്റുമെന്ന് ചോദിക്കും. അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ കൂടെ ഒരാളെ കാണുമ്പോൾ
കിട്ടുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ ഫീഡ്ബാക്കുകൾ ആ പേഴ്സണെ ജഡ്ജ് ചെയ്യാനായിട്ട് ഒന്ന് ഫിസിക്കലി നേരിട്ട് കാണുമ്പോൾ നമുക്ക് പറ്റും. അതായത് ഈ ഒരു ചെറിയ സ്ക്രീനിന്റെ ഒരു ചലഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ജഡ്ജ് ചെയ്യുന്നതിനകത്ത് ഇപ്പം ഞാനൊക്കെ ചിലപ്പം 2-3 സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ചില ആളുകളെ നേരിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് ഒരു തെറപ്പിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് നേരിട്ട് കാണുമ്പോൾ മാറുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പിന്നീടുള്ള സെഷൻസ് ഓൺലൈനിലാക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്നാണ്. അതായത് ഹൈബ്രിഡ് മോഡൽ നമുക്ക് ഫോളോ ചെയ്യാം. ദാറ്റ് ഇസ് വാട്ട്. സോ ഇപ്പോൾ നമ്മൾ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 അത് ഇംപ്ലിമെന്റ് ആയി അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആളുകൾക്കും അറിയാം ലീഗലി എന്നെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു സെന്ററിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കാനും അതൊന്നും സാധ്യമല്ല എന്നറിയാം. ആ ഫോഴ്സ്ഫുൾ എന്നുള്ള ഒരു സിസ്റ്റം മാറിയിട്ട് വോളണ്ടറി അഡ്മിഷൻസ്, എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നൊരു സമയത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ഈ കോവിഡിന് ശേഷം ഇത്രയും ആളുകൾ മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുന്ന മെത്തേഡിലേക്കൊക്കെ വരികയും ചെയ്ത്. പക്ഷെ അതേസമയം തന്നെ ഇത് മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ചലഞ്ചായിട്ട് മാറാറുണ്ട്. അപ്പം ഈ മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിനെ പറ്റിയിട്ടും ഒക്കെ നോക്കുമ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പൊസിഷൻ ഇരിക്കുമ്പോൾ എന്തെല്ലാം ചലഞ്ചസ് ആണ് ഫീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ പുതിയ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ വോളണ്ടറി അഡ്മിഷൻസ് ആണ് നമുക്ക് ഇന്ന് പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി ഇൻവോളണ്ടറി ആയിട്ടുള്ള അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അയാൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറവുള്ള ആളായിരിക്കണം. അപ്പോൾ അവരുടെ കപ്പാസിറ്റി ജഡ്ജ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അത് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത് അഡിക്ഷൻ പോലെയുള്ള കണ്ടീഷനകത്താണ്. ഇപ്പം നമുക്കറിയാം ഒരു സ്കീസോഫ്രീനിയയോ അല്ലെങ്കിൽ ഒരു ബൈപ്പോളർ മൂഡായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദ ലുക്സ് അവരുടെ അപ്പിയറൻസിൽ തന്നെയും അവർ ഒരു മെൻ്റലി സൗണ്ട് അല്ല, ഒരു കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല അവർക്ക് പ്രീവിയസ് ട്രീറ്റ്മെന്റ് ഹിസ്റ്ററിയും സിവിയർ കേസിൽ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ വേറെ നമുക്കൊരു അഡിക്ഷൻ പോലെയുള്ള കേസിനകത്ത് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഒരു 80% ഓഫ് പോപ്പുലേഷനും ഈ അഡിക്ഷനകത്ത് വ്യക്തികൾക്ക് ഇൻസൈറ്റ് ഇല്ല. അവർക്കൊരു ലോസ് ഓഫ് കൺട്രോൾ ഉള്ളെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അവർ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ഫേസിൽ അവർ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ക്രൈസിസുകളെ കുറിച്ചും അവർ ബോധവാന്മാരല്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ എല്ലാ അഡിക്ഷൻ കേസിനകത്തും ഒരു 80%ലും ഒരു ഇൻഡിവിജ്വൽ ഒരു റിക്വയർമെന്റ് അല്ല, മറിച്ച് പലപ്പോഴും അതൊരു ഫാമിലി റിക്വയർമെന്റ് ആണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മകൻ, എൻ്റെ ബ്രദർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന കണ്ടീഷനകത്ത് പലപ്പോഴും ട്രീറ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ പേഷ്യൻ്റ് ഇൻടോക്സിക്കേറ്റഡ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ പേഷ്യനോട് സംസാരിക്കുമ്പോൾ പേഷ്യൻ്റ് പറയും ഞാൻ കുടിക്കും, എൻ്റെ കുടി അത്ര കുഴപ്പമുള്ളതല്ല, ഞാൻ ഇന്നും കൊണ്ട് നിർത്തി, ഓക്കെ, ഞാൻ അഡ്മിറ്റ് ആവാൻ റെഡിയല്ല, ഞാൻ അത്രയും അഡിക്റ്റ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ പറ്റും ഇപ്പം ഇവരുടെ ഒരു കൺസെന്റ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പല കേസിനകത്തും നമുക്ക് അഡ്മിഷൻ ഇല്ലാത്തത് കൊണ്ട് ട്രീറ്റ്മെൻറ്റിനകത്ത് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രയാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയും, നിങ്ങൾ ഭ്രാന്തനാവരുത്, വട്ടനാകരുത്. കാരണം നിങ്ങൾ ആ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുകയും അല്ലെങ്കിൽ ചെറിയൊരു ബയോളജിക്കൽ ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രൊഫഷണലിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ അധിക്ഷേപം കേൾപ്പിക്കാതെ നമുക്ക് മാറാൻ കഴിയും. ശരിയാണ്. അപ്പം അതങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഏതൊരാൾക്കും അതൊരു വെല്ലുവിളിയായി. ഇപ്പം മാക്സിമേറ്റിൽ ഒരു പേഷ്യന്റ് അലറി ബഹളം വെച്ച് വരുന്ന ഒരു പേഷ്യന്റും എന്നാൽ അപ്പുറത്ത് കൗൺസിലിങ്ങിന് വരുന്ന പേഷ്യന്റും ഒരേ വ്യക്തിയാണ്, പക്ഷെ പല ലെവലാണേ ഉള്ളൂ. അപ്പൊ അലറി വരുന്ന ഒരു പേഷ്യന്റിനെ കാണുന്ന ഒരു ചെറിയ മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയ്യോ അയാളെ പോലെ ഞാൻ ആകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടാകുന്നു. അപ്പം അതുകൊണ്ട് കൂടുതൽ ആക്സസിബിലിറ്റി ഉണ്ടാവുകയും കൂടുതൽ അവൈലബിലിറ്റി പ്രൊഫഷൻസിന് ഉണ്ടാവുകയും നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി അതിനെ സമീപിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ സ്റ്റിഗ്മയാണ് നമ്മുടെ മുൻപിലുള്ള ഇപ്പോഴത്തെ, പണ്ട് മുതലുള്ളതും ഇപ്പോഴത്തെ നമ്മുടെ ചലഞ്ച് അത് തന്നെയാണ്. ഇപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒക്കെ എപ്പോഴും ആളുകൾക്ക് അവൈലബിൾ ആകണമെന്നില്ല, അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന
ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് ത്രൂ ഔട്ട് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക്. ഇനി നമുക്കറിയാം പലർക്കും പലതരത്തിൽപ്പെട്ട സ്കിൽ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് സോഷ്യൽ സ്കിൽ സെപ്പറേറ്റ്ലി നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്, ഒക്കുപേഷണൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത്, ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ സ്ഥിതി വൺസ് എ പേഷ്യന്റ് ഈസ് എ പേഷ്യന്റ് ഫോർ എവർ. അത് വളരെ പതറ്റിക് കണ്ടീഷനാണ്. നമുക്ക് അവര് ആ രോഗാവസ്ഥ റിക്കവർ ചെയ്താലും അവർക്ക് തിരിച്ച് സൊസൈറ്റിയിലേക്ക്, കമ്മ്യൂണിറ്റിയിലേക്ക് ചെന്ന് അവരുടെ ഫങ്ഷണാലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പക്ഷെ അത് എത്രത്തോളം പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു മെന്റൽ ഇൽനെസ് വന്ന ആൾക്കാർക്ക് ഒരു ജോലി കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി കോമ്പീറ്റൻ്റ് ആയിട്ട് മേടിക്കാൻ പാകത്തിനുള്ള ഒരു എഫിഷ്യൻസി സ്കിൽ ബിൽഡപ്പ് ചെയ്യുന്നതിനകത്തൊക്കെ പലപ്പോഴും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പം അത്തരത്തിലൊരു സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഒരു ഒക്കുപേഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, ലൈഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഈസ് പാർട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആണ്. ഇന്ന് ആൽക്കഹോളിക്സും അഡിക്ട്സിൻ്റെയും കാര്യത്തിനകത്ത് നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിലും അഡ്മിഷൻ എടുക്കുന്നതിനകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ട്. അത് ഗുണകരമാണോ എന്നുള്ളത് നമുക്കൊരു കുറച്ചുകൂടെ ലോങ് റണ്ണിലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ആയിരുന്നു നമുക്ക് സോഫാർ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഫോഴ്സ്ഡ് അഡ്മിഷൻ കൊണ്ട് കുറെ ആൾക്കാർ നമുക്കറിയാം ബലമായിട്ട് പിടിച്ചുകൊണ്ട് അഡ്മിറ്റ് ആക്കാം. അപ്പൊ അതുകൊണ്ട് ആരും സ്വയം വില്ലിങ് ആകുന്നില്ല. അതായത് ഇപ്പം എനിക്ക് തന്നെ അറിയാം, പോലീസിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഇൻഡയറക്ട് ഫോഴ്സ് ഉണ്ട്. ചിലപ്പോൾ ബൗൺസേഴ്സിനെ വെച്ചിട്ട് വരെ കൊണ്ടുവരുന്ന കേസുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു പൊതുജനത്തിലുണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? ഒരാൾ അഡിക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഭ്രാന്താകുന്ന പോലെയാണ്, അയാളെ പിടിച്ചു കിട്ടി. അപ്പം സ്വയം വില്ലിങ് ആയിട്ട് പോവുക എന്ന് പറയുന്നത് എന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പൊ അതുകൊണ്ട് പല ആൾക്കാരും അഡിക്ഷൻ ട്രീറ്റ്മെന്റ് പലരും ചൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ലോങ് റണ്ണിൽ ഒരു വോളണ്ടറി ആയിട്ടുള്ള ആളുകളാണ് ട്രീറ്റ് ചെയ്യുന്നത് വന്നാൽ ഒരു പക്ഷേ ആളുകൾക്ക് സ്വയം ട്രീറ്റ്മെന്റ് മുന്നോട്ട് വരാനായിട്ട് അതൊരു പക്ഷേ ഒരു സെൽഫ് റെസ്പോൺസിബിൾ ആകാനായിട്ട് ഒരു പക്ഷെ അത് കാരണമായേക്കാം. പക്ഷെ ഇപ്പോഴത്തെ സെനാരിയോയിൽ നമുക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് മെൻ്റൽ ഹെൽത്ത് ആക്ട്, കെയർ ആക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ കൾച്ചറിൽ കുറച്ചും കൂടെ ഒരു ഫാമിലി ഓറിയന്റഡ് കൾച്ചർ ആയതുകൊണ്ട് നമ്മൾ ഫാമിലി പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു നീഡ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ഗ്യാപ്പാണ്. നമുക്കറിയാം, എന്തൊരു കാര്യവും ഇംപ്ലിമെന്റ് ചെയ്യുമ്പം തുടക്കത്തിലൊരു ക്രൈസിസ് ഉണ്ടല്ലോ. ഞാൻ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. അത് സാവധാനം അത് റിഫൈൻഡ് ആയി വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. അതേപോലെ ഇപ്പം ഞാൻ മീറ്റ് ചെയ്തൊരു ക്ലയന്റ് ആണ്. അദ്ദേഹം ട്രീറ്റ്മെന്റ് വന്ന സെന്റർ എന്ന് പറയുന്നത് ഇതേപോലെ ഇൻവോളണ്ടറി അഡ്മിഷൻസ് എടുക്കുന്ന, വീട്ടുകാർ നിർബന്ധിച്ച് ഒരു ദിവസം ഒപ്പിയിൽ വന്ന് കാണൂ എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു ക്ലയന്റ് ആണ്. ഇദ്ദേഹത്തിനെ ശരിക്കും അദ്ദേഹത്തിന്റെ ഭാഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയതാണ്. അതേ വന്ന സമയത്ത് നല്ല വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്, നല്ല രീതിയിൽ മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ഒരാളായിരുന്നു, ഒരു 50 എബോ ഏജ് ഉള്ള ആളാണ്. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം തന്നെ സാർ ഈ പറഞ്ഞ കാര്യം റൈറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഹെൽത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് തീരുമാനമുണ്ട്. അദ്ദേഹത്തിന് അഡ്മിഷൻ വേണ്ട, അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് US-ലായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഇതേ രീതിയിലാണ്. അദ്ദേഹം പോകുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ഡോക്ടറോട് പറയുന്നു എനിക്ക് ട്രീറ്റ്മെന്റ് മതി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജ് ആകുന്നു. ഇതാണ് അവിടുത്തെ സിസ്റ്റം എന്ന് അദ്ദേഹം ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തു. അപ്പൊ അതേ സിസ്റ്റം ഞങ്ങൾക്ക് വേണം, ഇവിടെ ഞങ്ങൾക്ക് അത് വേണം. എന്നിട്ട് ഇതേ ആള് തന്നെ എന്ത് ചെയ്തു വെച്ചാൽ ബാക്കിയുള്ള അവിടെയുള്ള ഇൻമേറ്റ്സിനോടും ഇതേ കാര്യം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതൊരു ഡിസ്കഷൻ ആയിട്ട് തന്നെ അവിടെ വെക്കുക, ഒരു ഗ്രൂപ്പ് വർക്കിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു, എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ സ്റ്റിൽ ആ ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ചിനെ പറ്റി ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഇത് ഇന്ന രാജ്യത്തെ ലീഗലി അവൈലബിൾ ആണല്ലോ, എന്തുകൊണ്ട് ഇവിടെ ഇത് ഉപയോഗിക്കുമ്പോൾ പോലീസ് പിടിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഞാനത് ഉപയോഗിച്ചതിന്റെ പേരിലല്ലേ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഇതിനകത്തിലെ നോർമാലിറ്റി, അബ്നോർമാലിറ്റി, എവിടെയാണ് ഒരാൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം
അയാൾക്ക് അഡിക്റ്റായി എന്ന് സ്വയം ജഡ്ജ് ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റൂല. അങ്ങനെ പറ്റാത്തൊരു കണ്ടീഷൻ ആണല്ലോ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം അതിൽ ഒരാൾക്ക് ഞാൻ അഡിക്റ്റ് ആകുന്നു എന്ന് മനസ്സിലാകുന്നെങ്കിൽ അയാൾ ഒരുപക്ഷെ സെൽഫ് പ്രിവെൻറ്റ് ചെയ്യാൻ അയാൾക്ക് പറ്റിയാണ്. അപ്പം നമുക്കറിയാം ഈ പലപ്പോഴും അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഏതൊരു സൊസൈറ്റിയിലാണെങ്കിലും ഇപ്പം ഈ ലഹരി എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പം നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അതിനെ കട്ട് ചെയ്യാനായിട്ടും നമ്മൾ നോക്കുമ്പോൾ പല ഇല്ലീഗൽ മാർഗത്തിൽ കൂടെ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതിലേക്ക് വരും. നമ്മൾ ബോധവൽക്കരിക്കാത്തത് കൊണ്ടോ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടോ ഒന്നും അല്ല. പക്ഷെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സൊസൈറ്റിയിൽ റൂൾസ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ് വളരെ ഡൈല്യൂട്ടഡ് ആണ്. ആർക്കും എന്തും ആവാം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു വിദേശ രാജ്യങ്ങളിൽ ഒരു കള്ളു കുടിച്ച് ഇൻടോക്സിക്കേറ്റഡ് ആയ ഒരാൾ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന പണിഷ്മെന്റ് എന്നാണെന്നറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിലും എത്രത്തോളം അത് ഫെയ്ത്ത്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ആളുകൾ ഹെൽമെറ്റ് വെക്കുന്ന പോലും പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് പോലെയുള്ള കാര്യത്തിനകത്തൊക്കെ സെൽഫ് ഒരു ഡിസിപ്ലിൻഡായി അഭിപ്രായം എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ, അഡിക്ഷൻ പോലെയുള്ള കാര്യത്തിനകത്ത്. പക്ഷെ അവിടെയൊക്കെയാണ് കുറച്ചും കൂടെ നമുക്ക് എന്നാണ് പറയുന്നത്, ഞാൻ കരുതുന്നത് ഒരു ജഡ്ജ്മെന്റൽ ഒരു എബിലിറ്റി നമുക്ക് പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് ചില റൈറ്റ്സ് ഉള്ളത് ഗുണകരമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പ്രത്യേകിച്ച് ഞാൻ ഇപ്പം വരുൺ പറഞ്ഞ പോലെ തന്നെ അഡിക്ഷനാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. വേറെ മറ്റുള്ള അഡിക്ഷനും പേഴ്സണാലിറ്റി ഡിസോർഡറും ഈ രണ്ട് മേഖലയിലാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റിങ് ആണ് തന്നെ. അപ്പം തീർച്ചയായിട്ടും അങ്ങനത്തെ വരുന്ന കേസിനകത്ത് ഇപ്പം ഒരാൾ പറയുവാണ് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണം. പക്ഷെ അവിടെ വലിയൊരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു ആൽക്കഹോളിക് ആവുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റാരെയും ബാധിക്കാത്തൊരു കണ്ടീഷനല്ല. മിക്കവാറുമുള്ള നമ്മുടെ സൊസൈറ്റി, ഞാനിപ്പോൾ ഒരു ജോലിക്കാരനാണ്, ഞാൻ ജോലി ചെയ്ത് എൻ്റെ പൈസയ്ക്ക് ഞാൻ കള്ളുമേടിച്ച് കുടിക്കുന്നു, ഞാൻ ഇവിടെ കിടക്കുന്നു. അങ്ങനെയല്ലല്ലോ കണ്ടീഷൻ. പല ആൾക്കാരും 80% ആൾക്കാരും കള്ളു കുടിക്കുന്നത് കുടുംബത്തിലെ ആരെയെങ്കിലും ചൂഷണം ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ അവര് ആ കുടുംബത്തിൽ ജീവിക്കാനുള്ള മറ്റുള്ള റൈറ്റ്സിനെ അവർ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു അഡിക്റ്റ് ലെവലിലേക്ക് എത്തിയവര്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത്, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ആൽക്കഹോളിക് ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ചൈൽഡ് ലൈൻ ഉണ്ട്. നമ്മുടെ കുട്ടികൾ ചൈൽഡ് ലൈനിലേക്ക് വിളിക്കണമെന്ന് ഞാൻ പറയുന്നത്. വിളിച്ചിട്ട് ചൈൽഡ് ലൈനിൽ പറയണം, എൻ്റെ ഫാദറിൻ്റെ മദ്യപാനം കൊണ്ട് കുഴപ്പം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഐ ഹാവ് റൈറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ചൈൽഡ് ലൈൻ അതിനകത്ത് ഇടപെടണം. നമുക്കറിയാം, നമുക്ക് സ്ത്രീകൾക്കും പ്രായമായവർക്കും പ്രൊട്ടക്ഷൻ ഫോറംസ് ഉണ്ട്, സീനിയർ സിറ്റിസൺ ഫോറം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വനിതാ കമ്മീഷനുണ്ട്. അപ്പം എന്തുകൊണ്ട് അവരങ്ങനത്തെ കാര്യം ഉപയോഗിക്കുന്നില്ല? ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഇങ്ങനത്തെ ആൾക്കാരോട് ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്, ഇപ്പം നമുക്ക് നിലവിൽ നമുക്ക് ഈ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം നമുക്ക് ഇയാളെ ഫോഴ്സ്ഫുള്ളി അഡ്മിറ്റ് ആക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ റൈറ്റ്സും വളരെ വാല്യുബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കംപ്ലൈൻറ്റ്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, കുട്ടികളോട് അത് ബോധ്യപ്പെടുത്തണം. ഇപ്പം നമുക്കറിയാം പാസീവ് സ്മോക്കിംഗ്. ഓക്കെ, പാസീവ് സ്മോക്കിംഗ് വിക്റ്റിം ആവുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് പരാതിപ്പെട്ടുകൂടാ? ഒരു ബസ്സിൽ ഒരാൾ സ്മോക്ക് ചെയ്താൽ നമ്മൾ പരാതിപ്പെട്ടാൽ പോലീസ് പിടിക്കൂലേ? ഒരു ബസ്സിൽ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് വീട്ടിൽ അത് പറ്റൂല? ഓക്കെ, അതുപോലെ തന്നെ കള്ളു കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഹസ്ബൻഡിനെ കുറിച്ച് ഒരു വൈഫിന് കംപ്ലൈൻറ്റ് കൊടുത്തൂടെ? അപ്പം അവിടെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഡിറ്റാച്ച്ഡ് ആവണം. പക്ഷെ അങ്ങനെ സൊസൈറ്റിയിൽ എല്ലാവർക്കും റൈറ്റ്സ് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായാൽ ഈ ഇത്തരത്തിലുള്ള അഡിക്ഷൻ കേസിനകത്തും നമുക്ക് എന്നാ പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നത്. ഈ ഒരു സബ്സ്റ്റൻസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റം എന്താണ് സംഭവിക്കുന്നത്? ശരി, നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് വരുന്ന ആളുകൾ പറയും, സാറേ ഞാൻ ഇയാളെ 1 മാസം ട്രീറ്റ് ചെയ്തു, എന്നിട്ട് ഇയാൾ പോയിട്ട് 2ാമത്തെ ആഴ്ച ഇയാൾ പിന്നെയും കുടിച്ചല്ലോ. ഈ അഡിക്ഷനുള്ള പേഴ്സണെ മാത്രമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഏജൻസി എന്നൊക്കെ പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസ് നമ്മളതിനെ കഴിഞ്ഞ് വളരെ ഡിഫറെൻ്റ് ആണ്.